ജപമാലനാഥയായ സമാധാനരാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ 37-ാം സന്ദേശം 2021 ഡിസംബർ 30. എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദുഃഖത്തിൻ്റെ 4-ാം രഹസ്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുരിശുയാത്രയാണല്ലോ 4-ാമത്തെ രഹസ്യം. പീലാത്തോസിൻ്റെ വീട്ടിൽ നിന്നും ഗാഗുൽത്തായിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് മന്ദം മന്ദം നടന്നു നീങ്ങി. പല പ്രാവശ്യം അവിടുന്ന് മുഖം കുത്തി വീണു. ഒരു വീഴ്ചയിൽ അവൻ്റെ മൂക്ക് ചതഞ്ഞു. തിരുശിരസിലെ മുൾമുടിയിലെ മുറിവുകൾ വലുതാവുകയും രക്തം വരികയും ചെയ്തു. കുരിശുയാത്ര പകുതിയാകും മുമ്പ് ഞാനും എൻ്റെ ഈശോയും കണ്ടുമുട്ടി. ഞാൻ അവൻ്റെ മുഖത്ത് ചുംബിച്ചു. അവൻ എൻ്റെ മുഖത്ത് ചുംബിച്ചു. ഒരു പടയാളി എന്നെ തള്ളിയിട്ടു. മഗ്ദലന മറിയം എന്നെ താങ്ങി. ആ സമയത്ത് എൻ്റെ കൈമുട്ട് മുറിയുകയും രക്തം വരികയും ചെയ്തു. എൻ്റെ പുത്രനും അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. എൻ്റെ പുത്രൻ്റെ വേദനയിൽ ശാരീരികമായി പങ്കുചേർന്നതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു. അവിടുത്തെ യാത്രയിൽ അവിടുത്തെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി. ദൈവനിയോഗം പോലെ ശിമയോൻ അവിടെ എത്തി. ദൈവം ദുഷ്ടനായ പടയാളികളിലൂടെ പ്രവർത്തിച്ചു. അവരുടെ ഉദ്ദേശം നല്ലതല്ലായിരുന്നു. അവിടുന്ന് മരിച്ചു പോകാതിരിക്കാനും ക്രൂരമായി വധിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അവിടുത്തെ മുഖം രക്തം നിറഞ്ഞ് വികൃതമായി. അവിടുത്തെ മുഖം തുടയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ അവിടുന്ന് വെറോനിക്കായെ അയച്ചു. അവളുടെ പേര് വെറോനിക്ക എന്നല്ല, സെറാഫിയ എന്നാണ്. പിന്നീട് അവളെ വെറോനിക്ക എന്ന് വിളിച്ചു. അവിടുത്തെ കാൽവരി യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടുത്തെ തൊട്ടുപിറകെ ഞാനുമുണ്ടായിരുന്നു. ഹല്ലേലൂയ.